ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ എ സിസ്റ്റം ആൻഡ് എ ഹീറ്റ് റിസർവോയർ. ഫിസിക്കൽ സെറ്റപ്പ്. കൺസിഡർ എ സിസ്റ്റം എ പ്ലേസ്ഡ് ഇൻസൈഡ് എ വെരി ലാർജ് ഹീറ്റ് റിസർവോയർ എ ഡാഷ്. ഇതാണ് ആ വെരി ലാർജ് ഹീറ്റ് റിസർവോയർ. ഒരു സിസ്റ്റം എ നമ്മൾ അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അറ്റ് ഇക്വിലിബ്രിയം ബോത്ത് ഹാവ് ദ സെയിം ടെമ്പറേച്ചർ T, ബട്ട് ദെയർ എനർജീസ് ക്യാൻ ചേഞ്ച്. എനർജി ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ER പ്ലസ് ER ഡാഷ് ഈക്വൽ ടു E0. അത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ER എന്ന് വെച്ചാൽ എനർജി ഓഫ് ദ സിസ്റ്റം എ, ER ഡാഷ് എന്ന് വെച്ചാൽ എനർജി ഓഫ് ഹീറ്റ് റിസർവോയർ, E0 എന്ന് വെച്ചാൽ ടോട്ടൽ എനർജി ഓഫ് ദി കമ്പൈൻഡ് സിസ്റ്റം. സിൻസ് ദ റിസർവോയർ ഈസ് വെരി ലാർജ്, ER ബൈ E0 വെരി വെരി ലെസ് ദാൻ 1. റിസർവോയർ വളരെ വലിയതായതുകൊണ്ട് തന്നെ ER ബൈ E0 എന്ന് പറയുന്ന സംഖ്യ 1നെക്കാട്ടിയും ഒരുപാട് ചെറുതായിരിക്കും. കൗണ്ടിങ് മൈക്രോസ്റ്റേറ്റ്. ദ പ്രോബബിലിറ്റി ദാറ്റ് സിസ്റ്റം എ ഹാസ് എനർജി ER ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മെനി വേസ് ദ റിസർവോയർ ക്യാൻ അറേഞ്ച് ഇറ്റ് സെൽഫ്. അതായത് പ്രോബബിലിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ ഡാഷ് ER ഡാഷ്. എനർജി കൺവേർഷൻ ഇക്വേഷനിൽ തൊട്ട് നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞ ER പ്ലസ് ER ഡാഷ് ഈക്വൽ ടു E0 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ER ഡാഷ് ഈക്വൽ ടു E0 മൈനസ് ER. PR ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു, ഇതിന് പകരം നമ്മൾ ഇത് എഴുതുന്നു E0 മൈനസ് ER. യൂസിങ് ടെയ്ലർ എക്സ്പാൻഷൻ അറൗണ്ട് E0, log omega dash equal to log omega dash E0 minus dou log omega dash by dou E into ER. അപ്പോൾ ഇത് ഇയാളെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതാരാ? ഇത് ബീറ്റയാണ്, ഈക്വൽ ടു 1/kT. അപ്പോൾ നമ്മൾ ഇതിന് പകരം ബീറ്റ എഴുതുന്നു. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ലോഗ് ഒമേഗ ഡാഷ് ഏകദേശം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് മൈനസ് ബീറ്റ ER. അപ്പോൾ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പം ഞാൻ ഈ E0 എന്ന് പറയുന്നതും E0 പറയുന്നതും ഈ സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പം ഒമേഗ ഡാഷ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു E റൈസ് ടു മൈനസ് ബീറ്റ ER. അപ്പോൾ PR പ്രോബബിലിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ ഡാഷ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ PR ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു E റൈസ് ടു മൈനസ് ബീറ്റ ER. ഇനി ഈ ഇക്വേഷൻ നോർമലൈസ് ചെയ്യുമ്പോൾ, അതായത് പ്രോബബിലിറ്റി ഈക്വൽ ടു 1 ആക്കണമെങ്കിൽ നമ്മൾ E റൈസ് ടു മൈനസ് ബീറ്റ ER ഡിവൈഡഡ് ബൈ സിഗ്മ R E റൈസ് ടു മൈനസ് ബീറ്റ R എന്ന് തന്നു. അതായത് ഈ അടിയിൽ എഴുതിയ ആളാരാ? അതാണ് Z ഈക്വൽ ടു സിഗ്മ R E റൈസ് ടു മൈനസ് ബീറ്റ ER. ഇതാണ് പാർട്ടീഷൻ ഫംഗ്ഷൻ. അപ്പോൾ PR കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. PR 2 തരത്തിൽ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടു. സിസ്റ്റം പ്ലസ് റിസർവോയർ ഇക്വിലിബ്രിയം, സിസ്റ്റം ഇൻ കാനോണിക്കൽ എൻസെമ്പിൾ വ്യൂ. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് നോക്കാനുള്ളത് സിസ്റ്റം ഇൻ കാനോണിക്കൽ എൻസെമ്പിൾ വ്യൂ.